gentlemen, today in this beautiful evening, we are gathered here for the inaugural ceremony of Asset Moongrace Fully Furnished Show Flat. Let's start with a prayer. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയ സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകിയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമിൻ മനസ്സിലെഴുതേ. Asset Moongrace is the 85th apartment project by Asset Homes. Crystal DA2+ rating കരസ്ഥമാക്കിയ കേരളത്തിലെ ദ മോസ്റ്റ് അവാർഡഡ് ബിൽഡർ അസറ്റ് ഹോംസിൻ്റെ കൺസ്ട്രക്ഷൻ മൂല്യങ്ങളിലും സേവനങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഈ അവസരത്തിൽ നമ്മളിവിടെ ആയിരിക്കുന്നത്. ഓരോ ഭവനവും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായി നിർമ്മിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നമ്മൾ നൽകുന്ന ഒന്നാണ് ആ ഭവനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ അതീവ മനോഹരമാകണം എന്നുള്ളത്. അസറ്റ് ഹോം സ്വന്തമാക്കുന്ന ഓരോ വാല്യുബിൾ കസ്റ്റമേഴ്സിൻ്റെയും ഇഷ്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അസറ്റ് ഇൻറ്റീരിയേഴ്സ് ടീം നിങ്ങളോടൊപ്പമുണ്ട്. ആ ഒരു ദൗത്യത്തിൻ്റെ ദ ബെസ്റ്റ് ഔട്ട്കം അസറ്റ് മൂൺഗ്രേസിൻ്റെ ഈ ഫുള്ളി ഫർണിഷ്ഡ് ഷോ അപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായും കാണുവാൻ സാധിക്കും. To deliver the welcome note on this special occasion, I would like to invite Asset Homes CEO, Mr. Tony John. Welcome, sir. Everyone, there is no better tomorrow if you don't make the best of today. So today we are witnessing one of the best creations of Asset Homes, especially by the Asset Interiors team. So let me get into my official duty of welcoming you all. First, let me welcome Ms. Asha Sharath to this occasion. Next, I would like to welcome our JV partners, Ms. Padmaja, Krishna Kumar, Ms. Girija, Ms. Lakshmi, and Ms. Parvati. Next, I would like to welcome our beloved Managing Director, Mr. Sunil Kumar, and our Director, Mohan Chetan. We have a lot of customers who have come and wanted to witness this special interior creation. I would like to welcome all of the invited customers to this occasion. There are a lot of well-wishers and vendors and friends who have come and be a part of this special function. I welcome you all. Last but not the least, all the Asset team members who have worked very hard for this special moment. Welcome you all. Thank you. Founder and Managing Director of Asset Homes, Mr. Sunil Kumar, to deliver the speech. Welcome, sir.
പ്രിയപ്പെട്ട ശ്രീ മോഹൻ ചേട്ടൻ, ബഹുമാന്യയായ ശ്രീമതി ആശാ ശരത്, സദസ്സിന് ഭൂഷിയായിരിക്കുന്ന അസറ്റ് ഹോംസിൻ്റെ അഭ്യുദയ കക്ഷികളെ, ഉപഭോക്താക്കളെ, സുഹൃത്തുക്കളെ, അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ഹോംസിൻ്റെ ഇൻറ്റീരിയർ ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ നാളുകളായിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിച്ച ഒരു ഡിവിഷനായിരുന്നു. ഈ ഇൻറ്റീരിയർ ഡെക്കറേഷൻ രംഗത്ത് നമ്മളിങ്ങനത്തെ ഒരു ടൗൺ സെൻ്ററായിട്ടുള്ള സ്ഥലത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സേഫ്റ്റി നോംസും ഒരുപാട് മറ്റ് നെയ്ബറിങ് ഇഷ്യൂസും എല്ലാം ഫേസ് ചെയ്ത് നിർമ്മാണം പൂർത്തീകരിക്കുന്ന കെട്ടിടങ്ങളിൽ അതിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോൾ സംഭവിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എവിടെ നിന്നോ ചില ഇന്ത്യൻ ഡെക്കറേഷൻ ഗ്രൂപ്പുകൾ വരും. അവർ രംഗത്തെത്തിക്കഴിഞ്ഞാൽ ആദ്യം പറയുക ഇതിൽ ഇലക്ട്രിക്കൽ ലേഔട്ട് ശരിയായിട്ടില്ല, പ്ലംബിംഗ് ലേഔട്ട് ശരിയായിട്ടില്ല, ഈവൻ പാർട്ടീഷൻസ് ശരിയായിട്ടില്ല, ഇതെല്ലാം പൊളിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പുതിയ വീട് നിർമ്മിക്കാൻ ശ്രമിക്കും. ഒടുവിൽ നമ്മളുടെ സർവീസ് ഓറിയൻ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും ലൈക്ക് നമ്മളുടെ പ്ലംബിംഗ് ഡക്റ്റോ ഇലക്ട്രിക്കൽ ഡക്റ്റോ ഫയർ ഡക്റ്റോ എല്ലാം പ്രോബ്ലത്തിലാക്കി ഒരു പുതിയ വീട് അവർ നിർമ്മിച്ചെടുക്കും. അപ്പം ഇത്തരം ഒരു പ്രശ്നം പലപ്പോഴും ഫേസ് ചെയ്തപ്പോഴാണ് എങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നോംസും എങ്ങനെ സർവീസ് പോയിൻറ്റ്സും എല്ലാം കൃത്യമായി നിലനിർത്തിക്കൊണ്ട് നല്ലൊരു ഇൻറ്റീരിയർ, നല്ലൊരു അകത്തളം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങിയത്. പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ട് ഞങ്ങളതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം എന്തുകൊണ്ടോ കസ്റ്റമേഴ്സ് പലപ്പോഴും തോന്നുന്നത് ഇന്ത്യൻ ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഫീൽഡാണെന്നും അത് വേറെ ചില ആൾക്കാർ ചെയ്താലേ ശരിയാവുള്ളൂ, ബിൽഡർമാർ ചെയ്താൽ ശരിയാവില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 2, ഞങ്ങളുടേതായ കുഴപ്പമാണ്. ഞങ്ങളൊരു ബിൽഡർ ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോഡക്റ്റുകളെ കാണാനും അതിനെ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതല്ല, അതിന് വേറൊരു ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾ വൈകിപ്പോയതാണ് രണ്ടാമത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യ ഡെക്കറേഷൻ വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫ്ലാറ്റുകൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ ഒരു ഭൂരിഭാഗം ഫ്ലാറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് വരുമ്പോൾ പലപ്പോഴും കസ്റ്റമേഴ്സ് വേറെ എവിടെയെങ്കിലും കണ്ട അനുഭവം വെച്ചിട്ട് അത്തരം ഇന്ത്യ ഡെക്കറേഷൻ കോൺട്രാക്ടേഴ്സിൻ്റെ കൂടെ പോകുന്നൊരു സിസ്റ്റം ഞങ്ങളുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് എങ്ങനെ അതിൽ നിന്ന് വ്യത്യാസമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല പ്രൊഡക്റ്റ് ഒരു അകത്തളങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതിനെ പറ്റി ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ചത്. കഴിഞ്ഞ 1 വർഷം മുമ്പാണ് അത്തരമൊരു, ശരിക്കും പറയുന്നത് കോവിഡിന് ശേഷമാണ് ശരിക്കും ഞങ്ങൾ അത്തരം ഒരു കാര്യത്തെ പറ്റി വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്. അപ്പോഴാണ് ഈ ഇൻറ്റീരിയർ ഡെക്കറേഷൻ രംഗത്തെ പ്രോബ്ലംസിനെ പറ്റിയിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചതിക്കുഴികളെ പറ്റിയിട്ടും എല്ലാം വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്നാമത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പ്രോമിസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും ഡെലിവറി ചെയ്യപ്പെട്ടിരിക്കുന്ന മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസമാണ്. കാരണം പലപ്പോഴും ഇന്ത്യൻ ഡെക്കറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസും ബേസ് മെറ്റീരിയൽ നമ്മൾ കാണില്ല, അത് കവേർഡായി പോകും. അതെല്ലാം ഐദർ ലാമിനേറ്റഡ് ആയിട്ടോ പെയിന്റഡ് ആയിട്ടോ പോളിഷ്ഡ് ആയിട്ടോ പോവുകയും അതിനുള്ളിലുള്ള കോർ മെറ്റീരിയൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും ഇന്റേണലി യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കസ്റ്റമേഴ്സ് സാധിക്കില്ല. ആദ്യം കാണുന്ന ഒരു പകിട്ട് മാത്രമേ ഉണ്ടാകുള്ളൂ. രണ്ടാമത് ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഒരുപാട് ചെറിയ ചെറിയ മെറ്റീരിയൽസിന്റെ കോമ്പിനേഷനാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു യൂണിറ്റിനല്ല പലപ്പോഴും പല ഇന്ത്യൻ ഡെക്കറേഷൻ കോൺട്രാക്ടേഴ്സും ഗ്യാരണ്ടി കൊടുക്കുന്നത്. അവർ ഗ്യാരണ്ടി കൊടുക്കുന്നത് അതിൻ്റെ ഹിഞ്ചിന് ഗ്യാരണ്ടി ഉണ്ടാവും, ഹാൻഡിലിന് ഗ്യാരണ്ടി ഉണ്ടാവും, അതിനകത്ത് ഉപയോഗിച്ചിരുന്ന ട്രേസിന് ഗ്യാരണ്ടി ആവും. പക്ഷെ ഓവറോൾ യൂണിറ്റിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സിസ്റ്റം നിലനിൽക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. പലപ്പോഴും പറയുന്നത് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി, റീപ്ലേസ്മെന്റ് വാറണ്ടി അതെല്ലാം പരസ്യങ്ങൾ കാണാറുണ്ട്. പക്ഷേ എവിടെയാണ് ഈ റീപ്ലേസ്മെന്റ് നടക്കുന്നത്, എന്താണ് റീപ്ലേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമായിരിക്കും റീപ്ലേസ് ചെയ്യപ്പെടുക. മൂന്നാമത് മെറ്റീരിയൽസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം മെറ്റീരിയൽസ് മാർക്കറ്റ് അവൈലബിൾ ആണ്, വളരെയധികം ന്യൂ പ്രൊഡക്ട്സ് മാർക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷേ പലപ്പോഴും പല ഇന്ത്യ ഡെക്കറേഷൻ കമ്പനികൾ ശ്രമിക്കുകയും ചെയ്യുന്നത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങൾ പ്ലൈവുഡ് ഉപയോഗിക്കുന്ന കമ്പനിയാണ്, അത്ര ഒരു ഇന്ത്യ ഡെക്കറേഷൻ കമ്പനിയാണെങ്കിൽ നമ്മൾ ആ പ്ലൈവുഡിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുള്ളൂ, ബാക്കി എല്ലാ മെറ്റീരിയൽസും മോശമാണെന്ന് പറയും. അതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്.
ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എങ്ങനെ ഒരു നല്ല ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആലോചനയെ വേണ്ടി ഞങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ ആദ്യം ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഈ രംഗത്ത് നിലനിൽക്കുന്ന ചതിക്കുഴികൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. അപ്പോഴാണ് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾക്കൊരു ബോധം തന്നെ ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എങ്ങനെ ഒരു നല്ല ഇന്റീരിയർ ഡെക്കറേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കാനും നോളജ് ഷെയർ ചെയ്യാനും സാധിക്കണം എന്നുള്ളതാണ്. കാരണം കസ്റ്റമേഴ്സിനായിരിക്കാം ചിലപ്പോൾ പക്ഷേ ഞങ്ങളെക്കാളും കൂടുതൽ നോളജ്. കാരണം അവരുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു നോളജാണ്. ആ റിക്വയർമെൻറ്റ് മനസ്സിലാക്കാത്തിടത്തോളം കാലം അവരുടെ ആസ്പിറേഷൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇന്റീരിയർ ഡെക്കറേറ്റർക്ക് സാധിക്കില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് റേറ്റ് അല്ല, മറിച്ച് റിക്വയർമെൻ്റ് ആണ്. ആ ഒരു ബോധത്തിൽ നിന്നാണ് ഇത്തരം ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ സൃഷ്ടിക്കാനായിട്ടുള്ള ഞങ്ങളുടെ ശ്രമം ആരംഭിക്കുന്നത്. അപ്പോൾ റേറ്റ് മാറ്റി വെച്ചിട്ട് എന്താണ് കസ്റ്റമറുടെ റിക്വയർമെൻ്റ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ ആദ്യമായിട്ട് നടത്താൻ ശ്രമിച്ചത്. രണ്ടാമത്, എന്ത് സർവീസാണ് ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. സാധാരണ അപ്പാർട്ട്മെൻറ്റുകൾ പണിത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന സർവീസ് പോലെ തന്നെയാണ് ഇന്റീരിയർ ഡെക്കറേഷനിൽ കൊടുക്കേണ്ടി വരിക. കാരണം ഇന്റീരിയർ ഡെക്കറേഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനോടൊക്കെ തുല്യമായി പോകും. ഏതാണ്ട് അതേ വിലയ്ക്കാണ് ആൾക്കാർ ഇന്റീരിയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു പണം മുടക്കുമ്പോൾ അതിനൊരു വാറണ്ടി ഒന്നുമില്ല, അത് 2 കൊല്ലം കഴിഞ്ഞാൽ പോയി എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് ശക്തമായിട്ടുള്ള വാറണ്ടി കൊടുക്കാനും ബിൽഡറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായാലും പ്രോബ്ലം ഉണ്ടായിരിക്കുന്നെങ്കിൽ പോലും അത് അറ്റൻഡ് ചെയ്യാനും എല്ലാം സാധിക്കുക ഒരു നല്ല ബിൽഡറുടെ നല്ല ഇന്റീരിയർ ഡിവിഷനാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ സാക്ഷ്യപത്രമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഷോ ഫ്ലാറ്റ്. അസറ്റ് ഹോംസിന് നിങ്ങളോട് പറയാനുള്ളത് അസറ്റ് ഹോംസിൻ്റെ ഗ്യാരണ്ടിയാണ്. അസറ്റ് ഹോംസിൻ്റെ ഗ്യാരണ്ടി അസറ്റ് ഹോംസിൻ്റെ ഇന്റീരിയർ പ്രൊഡക്റ്റുകളുണ്ടാവും. അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റുകളിൽ തരുന്ന ഗ്യാരണ്ടി അസറ്റ് ഹോംസിൻ്റെ ഇന്റീരിയർ വർക്കുകളുണ്ടാവും. അപ്പോഴാണ് അസറ്റ് ഹോംസ് ചെയ്തിരിക്കുന്ന ബേസിക് വർക്കും നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഫർണിഷിംഗ് വർക്കും തമ്മിൽ തന്തുലനം ചെയ്യപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ചേർന്ന് പോകപ്പെടുന്നത്. അത്തരമൊരു നല്ല കൂട്ടായ്മ, അത്തരം ഒരു നല്ല കൂടിക്കാഴ്ച, അത്തരം നല്ലൊരു ഹൃദ്യമായിട്ടുള്ള അകത്തുള്ള അനുഭവമാണ് ഞങ്ങളുടെ ഇന്റീരിയർ ഡെക്കറേഷൻ ടീം അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അസറ്റ് ഹോംസിൻ്റെ ഇന്റീരിയർ ഡിവിഷൻ ഹെഡ് ചെയ്യുന്ന സീന രാജേഷിനെയും അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ കൃത്യമായിട്ടുള്ള അനുഭവപാഠമുള്ള അഖിൽ എന്ന ഇന്റീരിയർ ആർക്കിടെക്റ്റും ഇപ്പോൾ അസറ്റ് ഹോംസിനോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു ടീം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നിങ്ങളുടെ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഞങ്ങളുമായിട്ട് തുറന്നുള്ള സംവാദത്തിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന ഗ്യാരണ്ടിയാണ് എനിക്ക് ഈ അവസരം നിങ്ങളോട് പറയാനുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളോടും അസറ്റ് ഹോംസിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയും ഇവിടെ എത്തിച്ചേർന്ന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന് ശേഷം നമുക്ക് ഫ്ലാറ്റ് കാണുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ഡിസൈൻ ടീമുമായിട്ട് ബന്ധപ്പെടുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും അത്തരം നല്ല അകത്തളങ്ങൾ, ഇത് തന്നെയല്ല ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അകത്തളങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന ഗ്യാരണ്ടി കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. താങ്ക് യു. അതിപ്രധാനമായ ഒരു കാര്യം, ഓരോ ഉപഭോക്താവും ആഗ്രഹിക്കുന്നത് തീർച്ചയായും വിൽപ്പനാനന്തര സേവനമാണ്. 17 എക്സ്ക്ലൂസീവ് ഡിലൈറ്റ് സർവീസസ് വാഗ്ദാനം ചെയ്തുകൊണ്ട് അസറ്റ് ഡിലൈറ്റ് ടീം നിങ്ങളോടൊപ്പമുണ്ട്. അസറ്റ് ഹോംസിനോട് ചേർന്ന് നിന്നുകൊണ്ട് അസറ്റ് ഡിലൈറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ആശ മാം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. I humbly request the most gorgeous and versatile actress in the Indian film industry, Ms. Asha Sharath, to deliver a few words. Welcome. സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഗുരുജനങ്ങൾ, മോൻചേട്ടൻ, ബഹുമാനനായ സുനിൽ, മറ്റ് അസറ്റ് ഹോംസിൻ്റെ കുടുംബാംഗങ്ങളെ, എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന പുതിയ അംഗങ്ങളാണ്. ആദ്യം നിങ്ങൾ ഓരോരുത്തരെയും അസറ്റ് ഹോംസിൻ്റെ കുടുംബത്തിലേക്ക്, കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷം. ഇതുവരെ പുതിയ പ്രോജക്റ്റുകൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് തുടക്കമിടാനൊക്കെയാണ് എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അസറ്റ് ഹോംസിൻ്റെ ഒരു പുതിയ ഡിവിഷൻ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്.
അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങാം. ഞാൻ 30 വർഷമായി ഇന്ത്യക്ക് വെളിയിൽ ജീവിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ്. എല്ലാ പ്രവാസി മലയാളികളും ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് നാട്ടിൽ വീട് വയ്ക്കുമ്പോഴാണ് എന്നെനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. അങ്ങനെ ഞാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വീട് വെച്ചു. അന്ന് ബിൽഡറാണ് അതിൻ്റെ മെയിൻ. ബഹുമാനനായ ശ്രീ സുനിൽ പറഞ്ഞതുപോലെ അവരുടെ ഒരു വീക്ഷണത്തിലാണ് ആ ബിൽഡിംഗ് പണിതുയർത്തിയത്. അന്ന് നമ്മളുടെ മനസ്സിലുണ്ട് ഇങ്ങനെയാവണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ. പക്ഷേ ഇൻറ്റീരിയർ ചെയ്യുന്ന അദ്ദേഹം വന്നു. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, പല ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനോടും നമ്മൾ സംസാരിച്ചു. എൻ്റെ മനസ്സിലുള്ള ഒരു വീട്, അല്ലെങ്കിൽ ശരത്തേട്ടൻ്റെ മനസ്സിലുള്ള ഒരു വീടാണ് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അതിനൊരു സമയമുണ്ട്. 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇൻറ്റീരിയർ ഡിസൈനിങ് ടീമിന് കൊടുക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ 1.5 വർഷം എന്നുള്ളത് 4.5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ വീട് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ അതിൻ്റെ പല ഭാഗങ്ങൾ പൊളിച്ചും വീണ്ടും പണിതും അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. എനിക്കിവിടെ ഏറ്റവും സന്തോഷം തോന്നുന്നത് ആ ഒരു കാര്യത്തിലാണ്. കേരളത്തിലുള്ളവർ മാത്രമല്ല, വെളിരാജ്യങ്ങളിലുള്ളവരുമൊക്കെ ഇവിടെ വീട് സ്വന്തമാക്കിയിട്ടുണ്ടാവാം. അവർക്ക് നേരിട്ട് വന്ന് നോക്കുവാനോ ഒരുപാട് പേരോട് സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല. ഈ വീട് പണിത ഇവരുടെ എസറ്റ് ഹോംസിൻ്റെ മനസ്സിൽ തന്നെയുള്ള ഒരു ഡിസൈൻ, അവരുടെ മനസ്സിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനറും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടൽ കുറച്ചിൽ ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്, അങ്ങനെയാണ് എന്നൊക്കെ ആദ്യമേ പറഞ്ഞാൽ അത് കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളൊരു വീട് നിർമ്മിക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായകമായി വരുന്നത് എസറ്റ് ഹോംസിൻ്റെ ഇൻറ്റീരിയർ ടീമാണെന്ന് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷവും സമാധാനവുമാണ്. ഇതിലെനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി എസറ്റ് ഹോംസിലുണ്ട്. എനിക്കും ഒരു കൊച്ചു വീടുണ്ട് എസറ്റ് ഹോംസിൽ, എസറ്റ് റിങ്കോലിയിൽ. അവിടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇൻറ്റീരിയർ ഉണ്ട്. അത് ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർക്ക് പറഞ്ഞു കൊടുത്തു. ഒരു സമയവും പറഞ്ഞതിൽ 1.5 മാസം മുമ്പ് എനിക്ക് ആ വീട് ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളും ഭംഗിയായി അണിയിച്ചുരുക്കി കണ്ണെഴുതി പൊട്ടുതൊട്ട് എനിക്ക് സമ്മാനിച്ചു. ആ ഡിസൈനറുടെ പേര് സീന. എസറ്റ് ഹോംസിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ തലപ്പത്തുള്ള സീനയാണ് ആ വീട് ഡിസൈൻ ചെയ്തത്. ഇതൊരു വെറും വാക്കല്ല കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലുള്ളതിനേക്കാളും ഭംഗിയായിട്ടാണ് എനിക്ക് ആ വീട് സമ്മാനിച്ചത്. അതും 1.5 മാസത്തിന് മുൻപേ. വലിയൊരു ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്. ഞങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്യുമ്പോൾ, നൃത്തം പഠിപ്പിക്കുമ്പോഴേ നമ്മളുടെ മനസ്സിൽ കാണുന്നത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് കുറച്ചും കൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാത്രം വിഷ്വലൈസ് ചെയ്താൽ എൻ്റെ മനസ്സിലുള്ള ശ്രീരാമനോ കൃഷ്ണനോ ആരോ ആയിക്കോട്ടെ, ഏത് കൃതികളായിക്കോട്ടെ, എല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് ഒരാൾ മാത്രം തീരുമാനിച്ചാൽ മതി. പക്ഷെ ഒരു വീട് അണിയിച്ചൊരുക്കാൻ, അത് കൊറിയോഗ്രാഫ് ചെയ്യാൻ ഒരു വ്യക്തി മാത്രമല്ല, അതിനൊരു ടീം ആവശ്യമാണ്. നമ്മൾ മനസ്സിൽ കാണുന്നത് പറഞ്ഞു കൊടുത്ത് അതുപോലെ വരച്ച് നമ്മളെ കാണിച്ചാൽ മാത്രം പോരാ, അതിമനോഹരമായി അത് പണിതുണ്ടാക്കി നമുക്ക് സമ്മാനിക്കുമ്പോഴാണ് ഒരു ഇൻറ്റീരിയർ ഡിസൈനേഴ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ആ സക്സസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എസറ്റ് ഹോം സമർപ്പിക്കുന്നത്. എസറ്റ് ഡിലൈറ്റ് സർവീസസിനെ കുറിച്ച് നേരത്തെ ഇദ്ദേഹം പറഞ്ഞു. അതിനെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അത് പറയാതിരിക്കാൻ സാധിക്കില്ല. മറ്റൊരു ബിൽഡേഴ്സും കൊടുക്കാത്ത ഒരു സൗകര്യമാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് എസറ്റ് ഹോംസ് നൽകുന്നത്. ഒരു വീട് പണിത് കഴിഞ്ഞാൽ, അത് നമുക്ക് കീ തന്നു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അങ്ങനെയല്ല എസറ്റ് ഹോംസ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങളോടൊപ്പം ഞങ്ങളും ചേരുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ ചേരുകയാണ്. ഒരു കുടുംബമായി നിങ്ങളുടെ ഏത് പ്രോബ്ലത്തിനും, പ്ലംബർ മുതൽ എയർപോർട്ട് പിക്കപ്പ് മുതൽ അച്ഛനമ്മമാരെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന മുതൽ എന്തുമാവട്ടെ, നമുക്ക് തലോടലായി, നമുക്ക് കാവലായി എന്നും എസറ്റ് ഡിലൈറ്റ് ടീം ഉണ്ടാവും. ഞാനുമുണ്ട്, എന്നോടൊപ്പം ഒരുപാട് മിടുക്കികളുമുണ്ട്. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരികയാണ്. അതോടൊപ്പം ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ മനോഹരമായിട്ടുള്ള ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ പോയി കാണുക, ആസ്വദിക്കുക.
എല്ലാ ഫ്ലാറ്റും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലൊരു മോഹം ഉണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കണം എൻ്റെ മുറി, ഇങ്ങനെയായിരിക്കണം എൻ്റെ കബോർഡ്, ഇങ്ങനെയായിരിക്കണം നമ്മളുടെ അടുക്കള. എങ്ങനെയാണോ നിങ്ങൾ മനസ്സിൽ കാണുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനം വരച്ച് കാണിക്കും പോലെ നിങ്ങൾക്ക് സമ്മാനിക്കും. ഇത് എസറ്റ് ഹോംസിൻ്റെ എൻ്റെ ഉറപ്പ്. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും. വലിയ താമസമില്ലാതെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന് ഇതുപോലെ നിങ്ങളോട് സംസാരിച്ച് കീകൾ കൈമാറാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എനിക്കെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എസറ്റ് ഹോംസിൻ്റെ ഭാഗമായതിലുള്ള അഭിമാനം ഞാൻ നിങ്ങൾ ഓരോരുത്തരോട് അറിയിക്കുകയാണ്. സന്തോഷം. വീണ്ടും വരും നിങ്ങളെ കാണാൻ. നന്ദി, നമസ്കാരം. Thank you so much, ma'am, for sharing your experience with Asset Homes. It's great to hear from you, ma'am. Let's moving on to the teaser release of Asset Interior's official website. I humbly request Asha ma'am to reveal the same. താങ്ക് യു. 2024 തുടങ്ങിയ ശേഷം അസറ്റ് ഹോംസിൻ്റെ കേരളത്തിലുടനീളമുള്ള അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റുകൾ സ്വന്തമാക്കിയ ഉപഭോക്താക്കളിൽ ഇൻറ്റീരിയർ വർക്ക്സ് അസറ്റ് ഇൻറ്റീരിയർ ടീമിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുവാൻ അനേകം കസ്റ്റമേഴ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. അവരെ ഏറ്റവും സ്നേഹത്തോടെ ആദരിച്ചുകൊണ്ടും അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും gifting them an indoor plant as a token of appreciation. For that, I request Asha ma'am to give the same. പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോ ക്ലയൻസും മുന്നോട്ട് വരേണ്ടതാണ്. മിസ്റ്റർ ആകാശ് നിതിൻ. Asset Dominion 8A, Mr. Rijo George. Asset Dominion 2C, Mr. Anuj Verma. Asset Dominion 2F, Mr. Asset Dominion 5A and B, Ms. Sindhu Sajikumar. Asset Dominion 10F, Ms. Sharima S. Asset Dominion 8F, Ms. Sanita Ron. Asset Luminance 4A, Mr. Prashok. Asset
Mr. Akshay Vijayan. Asset Alpine Maple 12A, Ms. Sangeeta Lalu. Asset Alpine Maple 3A, Mr. Mithun Bharadan. Thank you everyone. Thank you so much. ഈ മണ്ണ് നമുക്ക് നൽകിയ അസറ്റ് മോൺ ഗ്രേസിന്റെ JV പാർട്ട്നേഴ്സിന്റെ നിറസാന്നിധ്യം ഇന്നിവിടെയുണ്ട്. JV പാർട്ട്ണറിൽ ഒരാളായ ശ്രീമതി പത്മജ മാമിനെ ആശംസാ വാക്കുകൾ നൽകുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം മാം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ആശ മാഡം, ഞാൻ സ്വന്തം ചെറിയ സഹോദരനെ പോലെ കണക്കാക്കുന്ന സുനിൽ മോൻ ചേട്ടൻ, എല്ലാവർക്കും എപ്പോഴും ഞാൻ സുനിലിനെ എഴുതുമ്പോൾ ഡിയർ ബ്രദർ എന്നാണ് എഴുതുന്നത്. കാരണം ഒരു സഹോദരൻ എങ്ങനെയാണ് ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ മറ്റൊരു സഹോദരനെ വീട് വെച്ച് കൊടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു കരുതലും അല്ലെങ്കിൽ ഒരു സ്നേഹവും പെർഫെക്റ്റ് ആയിരിക്കേണ്ട ഒരു തോന്നലുണ്ടാവുമല്ലോ സ്വന്തം സഹോദരിക്ക് സഹോദരൻ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ. അതുപോലത്തെ ഒരു ഫീലിങ്ങോട് കൂടിയാണ് സുനിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇത് രണ്ടാമത്തെ JV പ്രോജക്റ്റായിട്ട് ആണ് മിസ്റ്റർ സുനിൽ. മൂന്നാമത് ഒരെണ്ണത്തിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, നമ്മൾ കൊടുത്തിരിക്കുന്ന രൂപയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലാൻഡിനുള്ള മൂല്യം അല്ലെങ്കിൽ അതിൽ ഇരട്ടി മൂല്യത്തോടു കൂടിയാണ് സുനിൽ ഓരോ പ്രോജക്റ്റും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇത്രയും അധികം ആളുകൾ വന്നിട്ട് അവർ ഇൻറ്റീരിയർ വർക്ക് പോലും അസറ്റിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഹാപ്പിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാവരും വന്നത്. ഞാൻ തന്നെ ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്, കോൺട്രാക്ടറാണ്. ഐ ജസ്റ്റ് സോ ദ 4th floor apartment which has been done by the asset team. സൂപ്പറായിട്ട്. ഐ വാസ് ടെല്ലിങ് മൈ സിസ്റ്റർ, ചേച്ചി നമുക്ക് അവരിൽ തന്നെ കൊടുത്താൽ മതി കേട്ടോ, വേറെ ആർക്കും കൊടുക്കേണ്ട എന്ന് ചേച്ചിയോട് പറയായിരുന്നു. സോ സുനിൽ ആൻഡ് ടീം, വിഷ് യു ഓൾ സക്സസ് ആൻഡ് ഐ എം ഷുവർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാസ് പർച്ചേസ്ഡ് എ ഫ്ലാറ്റ് ഫ്രം യു. ഏറ്റവും സന്തോഷമുള്ള ആൾക്കാരായിരിക്കും. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. Thank you very much, ma'am. അസറ്റ് മൂൺ ഗ്രേസിന്റെ ഫുള്ളി ഫർണിഷ്ഡ് ഷോ ഫ്ലാറ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അസറ്റ് ഇന്റീരിയേഴ്സ് ടീം അഭിമാനപൂർവ്വം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വൈ അസറ്റ് ഇന്റീരിയേഴ്സ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ചേർക്കുന്നു. Number 1, 3-year warranty. Number 2, lifetime service. Number 3, 10 to 15-year plywood warranty. Number 4, tailored packages, as you can choose whether silver, gold or platinum touch for your home interior beauty. Number 5, design innovation. Number 6, free of cost designing. Number 7, hassle-free initiation of work. Once again, thank you and congratulations Team Asset Interiors for the magical touch of service you have done here in Asset Moon Grace Show apartment. Give them a big round of applause. Moving on to the winding up ceremony. Asset Moon Grace Show apartment inde wind up ceremony aanu. I would like to welcome Venu sir to deliver the vote of thanks. Good evening all. അസറ്റ് മൂൺ ഗ്രേസിലെ അതിമനോഹരമായ ഷോ ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം സന്തോഷകരമായി ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിലേക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുക എന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഈ ഷോ ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയും അസറ്റ് ഡിലൈറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറുമായ ശ്രീമതി ആശാ ശരത് അവർക്ക് അസറ്റിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു. ഇവിടെ JV പാർട്ണറായി എത്തി ആശംസ അറിയിച്ച ശ്രീ പത്മജ മാം, അതുപോലെ മറ്റ് JV പാർട്ട്നേഴ്സായ ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഗിരിജ മാം, അതുപോലെ മറ്റ് JV പാർട്ട്നേഴ്സായ ലക്ഷ്മി,
ആൻഡ് പാർവതി. ഇത്രയും പേർക്കും അസറ്റിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു. അതുപോലെ അസറ്റിനെ വിശ്വാസം അർപ്പിച്ച് വിവിധ പ്രോജക്റ്റുകളിലെ കസ്റ്റമറേഴ്സായിട്ടുള്ള ഫ്ലാറ്റ് ഉടമകളായി ഇവിടെ വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ മനോഹരമായ ഷോ ഫ്ലാറ്റ് നമ്മുടെ മുന്നിൽ സമർപ്പിച്ച അസറ്റ് ഇൻറ്റീരിയേഴ്സിൻ്റെ ഹെഡ് സീന രാജേഷിനും അഖിൽ ആർക്കിടെക്റ്റിനും അവരുടെ മൊത്തം ടീമിനും അതുപോലെ മറ്റ് അസറ്റിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇവിടെ അഭ്യുദയകാംക്ഷികളായി എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇന്ന് അസറ്റ് മൂൺഗ്രീസിൻ്റെ ഷോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾക്കാഴ്ചയുടെ മനോഹാരിത നിങ്ങൾ കണ്ടറിഞ്ഞുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തികളിലേക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. വരും നാളുകളിൽ നിങ്ങൾക്കായി ബെസ്റ്റ് സർവീസ് നൽകുവാനായി അസറ്റ് ഹോംസും അസറ്റ് ഇൻറ്റീരിയേഴ്സ് ടീമും നിങ്ങളോടൊപ്പമുണ്ട്. Thank you one and all for being as a part of this auspicious ceremony. Hereafter, enjoy the dinner and music. Thank you so much.